ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു മൂന്നാം ഭരണം വേണമെന്നാണ് അവർ വിചാരിക്കുന്നത്. അവരാഗ്രഹം അതാണ്. അത് UDF ആയിരിക്കാം, LDF ആയിരിക്കാം. അവരുമായിട്ട് നമ്മൾ ക്രിട്ടിക്കലി എൻഗേജ് ചെയ്യാൻ പോകുന്നത്. അത് ചിലപ്പോൾ പ്രക്ഷോഭത്തിൻ്റെ മാർഗമായിരിക്കാം. ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു മൂന്നാം ഭരണം വേണമെന്നാണ് അവർ വിചാരിക്കുന്നത്. അവരാഗ്രഹം അതാണ്. ഒരു മൂന്നാം ഭരണം ഏറ്റവും കൂടുതൽ ഈ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന വലിയൊരു വിഭാഗം ദളിതാദിവാസി വിഭാഗങ്ങളാണെന്ന് നമുക്ക് സുനിശ്ചിതമായും പറയാൻ പറ്റും. ദളിതാദിവാസി വിഭാഗങ്ങളല്ല, അതുപോലുള്ള പാർശ്വവൽകൃത വിഭാഗങ്ങൾക്ക് ഈ 10 വർഷത്തെ ഭരണം കൊണ്ടൊരു ഗുണമുണ്ടായിട്ടില്ല. 10 വർഷത്തെ ഭരണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ തരത്തിലുള്ള വികസന പദ്ധതികളാണ്, വികസന മാതൃകളായിട്ട് അവർ മുന്നോട്ട് വെക്കുന്നത്. വിഴിഞ്ഞം പോർട്ട്, അദാനി അംബാനിയെ പോലുള്ള ആളുകളുമായുള്ള ചങ്ങാത്തം, അതേപോലെ തുരങ്കപാത, കേരളയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പുതിയ റെയിൽ പദ്ധതികളോ തുടങ്ങിയ ബൃഹത് പദ്ധതികളാണ് അവരുടെ മുമ്പിൽ ഉള്ളത്. കൂടാതെ കിഫ്ബി പോലുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്ന് കടമെടുത്ത് പ്രതിവർഷം 50,000 കോടി വരെ കണ്ടെടുത്തുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ചെയ്തു വരുന്നു. ഇത് കേരളത്തിലെ ഗോത്രവർഗ വിഭാഗങ്ങൾ, ദളിതർ, അതുപോലുള്ള മത്സ്യത്തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ, ഇങ്ങനെയുള്ള ഒരു നിസ്സരായിട്ടുള്ള വിഭാഗങ്ങൾ, ദരിദ്ര സാമൂഹികവും പിന്നോക്കമായി നിൽക്കുന്നവരുമായിട്ടുള്ള വിഭാഗങ്ങൾ ജനസംഖ്യയിൽ പകുതിയിലേറെ വരും. മനസ്സിലായി? ഇവർക്ക് ലോ പെയ്ഡായിട്ടുള്ള ആളുകളാണ്. കേരളത്തിലെ ടാക്സ് പേയേഴ്സുമാണ് ഇവർ. നികുതി അവർ പല രീതിയിലാണ് അതിൻ്റെ നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ GST കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മദ്യം വാങ്ങിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ വഴിയായിരിക്കാം. കേരളത്തിലെ നികുതിദായരിൽ വലിയൊരു വിഭാഗം കൂടിയാണ് ഇവർ. ഇവർക്ക് ഈ പറയുന്ന വികസനത്തിൻ്റെ ഒന്നും ഗുണം ലഭ്യമല്ല. വികസനം എല്ലാവർക്കും വേണ്ടിയുള്ളതായിരിക്കണമല്ലോ, ഇവർക്ക് വേണ്ടിയുള്ള വികസനമല്ല. അതാണ് അതിനകത്തുള്ളൊരു വലിയ പ്രശ്നം. പക്ഷേ ഇതാണ് വികസനം എന്നുള്ള തരത്തിൽ വളരെ ഓട്ടോക്രാറ്റിക്കായി, ടെക്നോക്രാറ്റിക്കായി വലിയ PR വർക്കൊക്കെ ചെയ്ത് വലിയ തോതിൽ വികസനം നടത്തുന്നു എന്നുള്ള വ്യാജമായുള്ളൊരു അന്തരീക്ഷമാണ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വികസനത്തിൻ്റെ ഗുണഫലം അവർക്ക് കിട്ടിയില്ല എന്നുള്ളത് മാത്രമല്ല, ഈ ഭരണത്തിൻ്റെ കുറേ കുഴപ്പങ്ങൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഈ ദളിതാദിവാസി വിഭാഗങ്ങൾ ഭൂമിയില്ലല്ലോ, കൃഷിയില്ല, വ്യവസായമില്ല, വാണിജ്യമില്ല. അവർക്ക് ആകെ ആശ്രയിക്കാൻ പറ്റുന്ന ഒന്ന് സ്റ്റേറ്റിനെയാണ്. സ്റ്റേറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്ന് അവർക്ക് വേണ്ടി ബഡ്ജറ്റിൽ വകയിരുത്തുന്ന 10% കിട്ടുന്ന ചില ആനുകൂല്യങ്ങളെന്ന് പറയുന്ന സംഭവങ്ങളായിരിക്കാം. അതിൽ തന്നെ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, ലഭ്യമാക്കുന്നത് വിദ്യാഭ്യാസം മാത്രമായിരുന്നു. അവിടെ വിദ്യാഭ്യാസം കിട്ടുന്നൊരു പുതിയ തലമുറ ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു കാലഘട്ടത്തിൽ ആ സാധ്യതയാണ് ഈ പുതിയ 10 വർഷത്തെ ഭരണം കൊണ്ട് അപ്രസക്തമാക്കുകയോ ഞങ്ങളതിനെ അട്ടിമറിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഈ SCP TSP ഫണ്ടിൻ്റെ വിനിയോഗത്തിൽ ഒരു കൃത്യത പാലിച്ചില്ല, മാത്രമല്ല ഏറ്റവും അനാസ്ഥ കാണിച്ചിരുന്നൊരു കാലഘട്ടമാണിത്. അത് പൂർണ്ണമായും വിനിയോഗിക്കപ്പെടാറില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഒന്നുകൂടി ഞാൻ ക്ലിയറാക്കി പറയുകയാണെങ്കിൽ, അതായത് നമുക്കിപ്പോൾ കേരള ബഡ്ജറ്റ് ഏതാണ്ട് ഇപ്പം 2 ലക്ഷം കോടിയായി വളർന്നു എന്നാണ് പറയുന്നത് ഈ കഴിഞ്ഞ 6-7 വർഷം കൊണ്ട്. 14ാം പഞ്ചവത്സര പദ്ധതിയിൽ 2 ലക്ഷം കോടി എന്ന് പറയുന്നത് ചെറിയൊരു 5,000 കോടി എന്നൊക്കെ ഉണ്ടായ സാധനങ്ങൾ ഒരു 15 വർഷം കൊണ്ട് 2 ലക്ഷം കോടിയിലേക്ക് വളർന്നു. അതാണ് നമ്മളുടെ ഒരു കേരളത്തിൻ്റെ വികസന മോഡലിൻ്റെ ഒരു ഏരിയ ആയിട്ട് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ വമ്പൻ വികസന പരിപാടികൾ മാത്രമല്ല, 2 ലക്ഷം കോടിയിലധികം വാർഷിക ചെലവ് വരുന്ന ഒരു ബഡ്ജറ്റായി നമ്മുടെ കേരള ബഡ്ജറ്റ് വളർന്നിരിക്കുന്നു. 50,000 കോടിയൊക്കെ കിഫ്ബിയിൽ നിന്ന് കടവും വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെയും കൂടിയാണ് അത് പൂരിപ്പിക്കുന്നത്. പക്ഷേ ഇതൊരു മേന്മയൊന്നും അല്ല യഥാർത്ഥത്തിൽ. കേരളത്തിൻ്റെ ഉൽപ്പാദന മേഖലയുടെ തകർച്ചയും കൂടി കാണിക്കുന്ന ഒന്നാണ് നമ്മുടെ ബഡ്ജറ്റ്. എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് നമ്മളിപ്പോഴും പ്ലാനിങ് കളയാത്തൊരു സ്റ്റേറ്റാണ് നമ്മളത്. പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന പരിപാടി തുടരുന്നുണ്ട്. അപ്പം നമ്മുടെ പ്ലാൻ ഫണ്ട് എന്ന് പറയുന്നത് ആകെ ബഡ്ജറ്റിൻ്റെ ഒരു 1/7 മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 2 ലക്ഷം കോടിയാകുമ്പോൾ അതിൻ്റെ ഒരു ശരാശരി 29,000-30,000 കോടി മാത്രമേ പ്ലാൻ ഫണ്ടിലുള്ളൂ. ഈ പ്ലാൻ ഫണ്ടിലാണ് കൃഷി, വ്യവസായം തുടങ്ങിയ ഉൽപ്പാദനപരമായുള്ള മേഖലകൾ ചെയ്യേണ്ടത്. അതിൻ്റെ 10% മാത്രമേ SC/ST കമ്പോണൻ്റായിട്ട് മാറ്റി വയ്ക്കുന്നുള്ളൂ. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഈ 30,000-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 3,000 കോടി.
3000 കോടി മാറ്റി വയ്ക്കുമ്പം തത്തുല്യമായൊരു വിഹിതം കേന്ദ്രവും തരുന്നുണ്ടാകാം. മനസ്സിലായില്ലേ? പരമാവധി 5000 കോടി ശരാശരി എടുക്കുക. ബാക്കി നോൺ പ്ലാൻ സെക്ടർ എന്ന് പറയുന്ന മേഖലയിലാണ് നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ, ടാക്സായി പിരിക്കുന്നതും മറ്റ് രീതിയിലും വരുന്ന റവന്യൂ വരുമാനത്തിൻ്റെ 99% ചെലവഴിക്കുന്നത്. അവിടെയാണ് നോൺ പ്ലാനിലെ ശമ്പളം, പെൻഷനുകൾ, മന്ത്രിമാരുടെ ശമ്പളം, മറ്റ് എന്തെല്ലാം തരത്തിലുള്ള ഒരു വികസന മേഖലയിൽ ചെലവഴിക്കുന്ന എന്തെല്ലാമുണ്ടോ അതിൻ്റെ എല്ലാ ചിലവുകളും നോൺ പ്ലാനിലാണ് ചെലവഴിക്കുന്നത്. അത് എയ്ഡഡ് മേഖലയിലുള്ള മുഴുവൻ ആൾക്ക് ശമ്പളം കൊടുക്കുന്നു. സർക്കാർ ജീവനക്കാരുടെ തന്നെ ശമ്പളം കൊടുക്കുന്ന ഒരു 7000-8000 കോടി വരും. ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നു. ഈ ക്ഷേമ പെൻഷനുകളുടെ രാഷ്ട്രീയം കളിക്കുന്നത് മുഴുവൻ തന്നെ ഈ നോൺ പ്ലാൻ ഫണ്ട് എന്നുള്ള ഈ റവന്യൂ വരുമാനം എടുത്തിട്ടുള്ള ഒരു ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വമ്പൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി കിഫ്ബി എന്ന് ശരാശരി ഒരു 5000 കോടി കടമെടുക്കുന്നു. അതിപ്പം വലിയ കടബാധ്യയായി 6 ലക്ഷം കോടിയൊക്കെ കവിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ. ഇത് തിരിച്ചു കൊടുക്കണമല്ലോ. തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഈ പറയുന്ന ആദിവാസിക്കും ദളിതനും മത്സ്യത്തൊഴിലാളിക്കും പാവപ്പെട്ട ലോട്ടറി എടുത്തായിരിക്കാം, കള്ളു പിടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഭോഗ സാധനങ്ങൾ വാങ്ങിച്ചിട്ടായിരിക്കാം. ടാക്സ് പെയർ എന്നുള്ള നിലയിൽ ഇവരിൽ നിന്നെല്ലാം അത് പിഴിഞ്ഞെടുക്കുന്നുണ്ടെങ്കിലും ഈ ഒരു എന്താ പറയേണ്ടത് 1,70,000 കോടി ചെലവഴിക്കുന്ന വാർഷിക ബഡ്ജറ്റിലെ നോൺ പ്ലാൻ സെക്ടറിൻ്റെ ഗുണഭോക്താക്കൾ ഇവരാരുമല്ല. മനസ്സിലായി? ഇവർക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റുമില്ല. കുറച്ച് ക്ഷേമ പെൻഷൻ 1000-2000 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ചില സോഷ്യൽ സെക്ടേഴ്സ് അല്ലാതെ വളരെ ദയനീയമായും ഇവരതിനകത്ത് അവഗണിക്കപ്പെടുന്ന വിഭാഗമാണ്. എയ്ഡഡ് കോളേജിലവരില്ല. സർക്കാർ ജീവനങ്ങൾ 1% മാത്രമേ ഉള്ളൂ. അതിൽ ലോ പെയ്ഡ് ജീവനക്കാരാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഈ വലിയ പിൻവാതിൽ നിയമനം നടത്തി കേൾക്കുന്ന ബെനിഫിഷ്യറീസ് ഒന്നും തന്നെ ഇവരല്ല. ബോർഡുകളുടെയും കോർപ്പറേഷൻ ജീവനക്കാരും സഹകരണ സംഘം മേഖലയിലെ ജീവനക്കാർ സർക്കാരിൻ്റെ ഫണ്ട് ഒഴുകുന്ന മേഖലകളിലൂടെയൊക്കെയാണോ ഈ നോൺ പ്ലാൻ സെക്ടറിൻ്റെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ളവർ ഇവരല്ല എന്നുള്ളതാണ് ഈ വികസനത്തിൻ്റെ തട്ടിപ്പ്. മനസ്സിലായില്ലേ? അപ്പോൾ പ്ലാൻ എന്ന് പറയുന്ന വിഹിതം കുറഞ്ഞ് മുരടിച്ചു കൊണ്ടിരിക്കുന്നൊരു സമ്പദ് വ്യവസ്ഥയാണുണ്ട്. ഉൽപ്പാദന മേഖല മുരടിച്ചതും ഈ പറയുന്ന സേവന മേഖല എന്നുള്ള അത് ബൃഹത്തായത് ഒരു വികസന മേഖലയിൽ മറ്റ് ചില സോഷ്യൽ ക്ലാസസിനെ തീറ്റിപ്പോറ്റുന്നതും. മനസ്സിലായി? അവിടെയാണ് CPM-ൻ്റെ ഒരു ആത്മവിശ്വാസം, പിണറായിയുടെ ഒരു ആത്മവിശ്വാസം. അവർ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് അവർ വിചാരിക്കുന്നത് ഇലക്ട്രേറ്റിൽ. മനസ്സിലായല്ലേ? ബാക്കി കിഫ്ബി പോലുള്ള ഇത്രയും വർഷത്തെ കടബാധ്യതകളിലൂടെ ഉണ്ടാക്കിയിരുന്ന ഇൻഫ്രാസ്ട്രക്ചർ പാലങ്ങളൊക്കെ ഉണ്ടാക്കിയുള്ളത് ശരിയാണ്. ഇതിലെ 1% പോലും പട്ടികജാതിക്കാരനോ പട്ടികവർക്കാരനോ വീക്കർ കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടിയുള്ള ഒരു നിക്ഷേപം നടത്തിയിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണ്. ഇപ്പോൾ ഈ വർഷം എന്തൊരു ചെറിയ ഹോസ്റ്റലുകൾ പണിയാനുള്ള, എന്തുകൊണ്ട് പട്ടികജാതിക്കാരനെയും പട്ടികവർക്കാരനും ഭവന നിർമ്മാണത്തിന് അവർ ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ? അവൻ്റെ റോഡിനും പാലത്തിനും വേണ്ടി അവൻ്റെ കോളനികളൊക്കെ റോഡിനും വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചുകൂടെ? മനസ്സിലല്ലേ? അവരുടെ ഹോസ്റ്റൽ നിർമ്മിക്കാൻ കുഴിച്ചുകൂടെ? അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വമ്പൻ കൺസ്ട്രക്ഷൻ പാലങ്ങൾ മാത്രമല്ലല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കോർപ്പറേറ്റ് എക്കണോമി കൈകാര്യം ചെയ്യുന്ന ഒരു മാനേജീരിയൽ സംവിധാനം മാത്രമാണ് പിണറായി ചെയ്യുന്നുള്ളൂ. മനസ്സിലായില്ലേ? അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഫാസിസ്റ്റ് ആയിട്ടുള്ള മനസ്സ് ഈ ഗവൺമെൻറ് പേറുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഒറ്റപ്പെടൽ അവരനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു മൂന്നാം ഭരണം വന്നാൽ ഒരു പക്ഷേ ദളിതാദിവാസി വിഭാഗങ്ങളെല്ലാം തന്നെ വംശീയമായി തുടച്ചു നീക്കപ്പെടുമെന്നുള്ള ഭീതി അവരെ സംബന്ധിച്ചുള്ളത് കൊണ്ടാണ് ഒരു ഭരണം. പിന്നെ ഭരണം മാറണമെന്നുള്ളത് ഒരു ജനാധിപത്യ വശം. മനസ്സിലല്ലേ? അംബേദ്കറുടെ ഉൾപ്പെടെയുള്ള വിഷൻ അതായിരുന്നു. ഒരു കക്ഷി തന്നെ തുടർ ഭരണം ഭരിക്കുന്നതിന് പകരം ഭരണമാറ്റം ഉണ്ടായിരിക്കും. പക്ഷേ കേരളത്തിൽ തുടർ ഭരണം അങ്ങേറ്റം അപകടകരമാണ്. അതിൻ്റെ സമ്പദ്ഘടനയിൽ, അതിൻ്റെ രാഷ്ട്രീയത്തിൽ, അതിൻ്റെ ജനാധിപത്യത്തിലെല്ലാം തന്നെ അപകടകരമായിരിക്കും. മറ്റൊരു പ്രവണതയും കൂടി കേരളത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷം പറയുന്നത് ഞങ്ങളാണ് ഭൂപരിഷ്കരണം നടത്തിയെന്നാണ്. അത് അവിടെ നിന്നാണ് ഞങ്ങളുടെ ഈ മേന്മയൊക്കെ തുടങ്ങിയെന്നുള്ളതാണ്. അതും കൂടി അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഭൂപരിഷ്കരണം കൊണ്ട് നടന്നത് ഇവിടുത്തെ ശൂദ്ര മധ്യമജാതി വിഭാഗങ്ങളെ ഈ പാട്ടക്കുടിയാന്മയിൽ നിന്നും സ്ഥിര അവകാശമുള്ള കർഷകരാക്കി മാറ്റി എന്നുള്ളതാണ്. ഈ വിഭാഗം ഒരു ഇടത്തരം ചെറുകിട
മധ്യവർഗത്തെ ക്രിയേറ്റ് ചെയ്ത് കേരളത്തിൽ അവരാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സേവന മേഖലയുടെ ആവശ്യക്കാരെ പിന്നീട് മാറുന്നു. എയ്ഡഡ് കോളേജ് അധ്യാപകരെ മാറുന്നു, സർക്കാർ സ്കൂൾ അധ്യാപകരും പ്രൈവറ്റ് കോളേജ് അധ്യാപകരും, പല വിവിധ സേവന മേഖല, ആരോഗ്യ മേഖലയിൽ ഈ വിഭാഗം വളർന്ന് അവരെ തീറ്റിപ്പറ്റും നന്നായി റവന്യൂ വരുമാനം മാറ്റുന്നതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ഭൂമിയുമായി ബന്ധപ്പെട്ടവരും സാധാരണ ഉൽപ്പാദക ശക്തികളെല്ലാം തന്നെ അധോഗതിയിലാകുകയും ഇന്നിപ്പോൾ ഈ പറയുന്ന ഭൂപരിഷ്കരണത്തിലൂടെ വളർത്തിയെടുത്തുകൊണ്ടിരുന്ന ഈ വിഭാഗങ്ങളിൽ പ്രത്യേകിച്ചും ഹിന്ദു ജാതികൾ ഗ്ലോബലൈസേഷൻ്റെ ഒരു പ്രോസസ്സിനോട് പ്രതികരിക്കുന്നത് ജാതീയമായിട്ടും വർഗീയമായിട്ടും ഹിന്ദുത്വ പൊളിറ്റിക്സിലൂടെയാണ്. മനസ്സിലായല്ലേ? പലതരത്തിലുള്ള സംഘർഷങ്ങളിൽ കേരളത്തിൽ എത്തിക്കുകയും ദേശീയ തലത്തിലുള്ള ഹിന്ദുത്വ രാജ്യൻ്റെ എല്ലാം തന്നെ ഒരു സന്ദേശത്തെ അതേപോലെ വിഴുങ്ങുന്ന ഒരു അരാഷ്ട്രീയ സമൂഹമാക്കി കേരളത്തെ മാറ്റിയതിൽ ഇടതുപക്ഷത്തിന് വലിയ പങ്കിടുമെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് അതിൻ്റെ അരാഷ്ട്രീയതയെ അവർക്ക് തന്നെ തടയാൻ കഴിയാത്ത വിധം അവരിപ്പോൾ അവരുടെ അണികളെ തന്നെ, അവരുടെ പാർട്ടിയെ തന്നെ ജയപരാജയങ്ങൾക്ക് വേണ്ടി ഇസ്ലാമോഫോബിയെ ശക്തിപ്പെടുത്തുന്നു. അങ്ങനെ ശബരിമല അയ്യപ്പ സംഗമം നടത്തുന്നു. ഒരു കാലത്ത് ശൂദ്രലഹളയെ അഴിച്ചുവിട്ടവർ ഇതേ ശൂദ്രരെ തൃപ്തിപ്പെടുത്താനായി അയ്യപ്പ സംഗമം നടത്തുന്നു. അങ്ങനെ സമൂഹത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ടാണ് അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ വിപത്ത് എങ്ങനെയൊക്കെയാണ് വന്ന് ഭവിക്കുക എന്നുള്ളത് പ്രവചനാതീതമാണ്. കേരളത്തിൻ്റെ അടിത്തട്ടിൽ ഇപ്പോൾ ഇടതുപക്ഷ വിരുദ്ധതയൊന്നും പ്രത്യേകിച്ചൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ കേരളത്തിലെ ഈ SC ST അതുപോലുള്ള വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വലിയൊരു വിഭാഗം, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഈ പറഞ്ഞവിടെ അവർക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന സാമൂഹിക സംരക്ഷണങ്ങൾ, ഭരണഘടനമായിട്ടുള്ള നിരവധി അവകാശങ്ങൾ ഓരോന്നും നഷ്ടപ്പെടുന്നത് പോലെ ഒരു നടപടിയാണ് നടന്നത്. സംവരണത്തിൻ്റെ കാര്യത്തിൽ EWS വരുന്നു, മനസ്സിലായില്ലേ? സ്വാശ്രയ മേഖലയിലേക്ക് അവർക്ക് കയറി ചെല്ലാൻ പറ്റുന്നില്ല. NEP വരുന്നു. NEP വരുമ്പോൾ ഈ ഗ്രാൻറ്റുകൾ സംരക്ഷിക്കപ്പെടുന്നില്ല. ഡിഗ്രി അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണം മുഴുവൻ നടക്കുമ്പോഴും അവർക്ക് ലംസം ഗ്രാൻറ്റോ മറ്റ് സോഷ്യൽ സെക്യൂരിറ്റി എല്ലാം തന്നെ നഷ്ടപ്പെടുന്നു. പുതിയ തൊഴിൽ സാധ്യത ഒന്നും ഉണ്ടാകുന്നില്ല തുടങ്ങിയ ഒരു വികാരമാണത്. അത് യാഥാർത്ഥ്യമാണ്. ഞാൻ നല്ല കാര്യം വിശദീകരിച്ചു. അപ്പോൾ ഇങ്ങനൊരു കാര്യം കൊണ്ട് UDFനെ സപ്പോർട്ട് ചെയ്യുന്നത് ന്യായമാണോ എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പം ഞാനൊക്കെ അഭിമുഖിക്കുന്ന എന്നോടൊക്കെ നിരന്തരം ചോദിക്കുന്നത്, മുത്തങ്ങയിൽ വെടിവെച്ച് AK ആൻ്റണി പ്രതിനിധാനം ചെയ്യുന്നൊരു കോൺഗ്രസിനെ എങ്ങനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? ഇപ്പോഴും K സുധാകരൻ പ്രബലൻ നയിക്കുന്നൊരു കോൺഗ്രസിനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊരു ചോദ്യം ന്യായമായിട്ടുമുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് പോലുള്ള ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ UDF പോലൊരു പ്രസ്ഥാനവും LDF പോലൊരു പ്രസ്ഥാനത്തെയും ഞങ്ങൾക്ക് കൃത്യമായിട്ടൊരു താരതമ്യം ചെയ്യുന്നതിനുള്ള അനുഭവം കൊണ്ട് വരുന്നുണ്ട്. കാരണം കുറച്ചുകൂടി ഒരു ജാതിമതവർഗീയ വിഭാഗങ്ങളിലെല്ലാം തന്നെ ഒരു കൂട്ടക്കെട്ടൊക്കെ UDF പോലുള്ള പ്രസ്ഥാനത്തിലുണ്ട് എങ്കിലും ഈ പലപ്പോഴും ഒരു സമര നേതൃത്വങ്ങളെ കേൾക്കാനും പ്രക്ഷോഭങ്ങൾ വളർന്നു വന്നാലും അതിനോട് ഒരു മുത്തങ്ങയിലുള്ള അടിച്ചമർത്തലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ജനകീയ പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ കേൾക്കാനും അത് സെറ്റിൽ ചെയ്യാനുമുള്ള കുറച്ചുകൂടി അഡ്വക്കസി പുറത്ത് നടത്താനുള്ള ഒരു സ്പേസ് പലപ്പോഴും ലഭ്യമാകാറുണ്ട്. അത് പല മുത്തങ്ങയ്ക്ക് മുമ്പുണ്ടായിരുന്ന കുടിലേറ്റ് സമരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. 2014-15 കാലത്തുണ്ടായിരുന്ന ആദിവാസികൾ 6 മാസക്കാലം നീണ്ടുനിന്ന നിൽപ്പ് സമരം നടത്തിയിട്ടുണ്ട്. അതെല്ലാം തന്നെ എഗ്രിമെൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട്, പാക്കേജുകൾ ഉണ്ടാകുന്നുണ്ട്, ഡിസിഷൻസ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് മുത്തങ്ങക്കാർക്കുള്ള നഷ്ടപരിഹാരമൊക്കെ കൊടുക്കാൻ തീരുമാനിക്കുന്നത്. മുത്തങ്ങ കേസിൻ്റെ പ്രധാനപ്പെട്ട 4 കേസുകൾ, ഫോറസ്റ്റ് കേസുകൾ പിൻവലിക്കുന്നതിന് UDF തന്നെയാണ്, ഉമ്മൻചാണ്ടി സർക്കാരാണ്. അപ്പം നിവേദനം സമർപ്പിക്കുക മാത്രമല്ല പ്രക്ഷോഭങ്ങൾ കേൾക്കാനും സെറ്റിൽമെൻറ്റ്സും ഉണ്ടാക്കാനുമുള്ള ഒരു സ്പേസ് പലപ്പോഴും UDF ഭരണത്തിലാണ് ലഭ്യമാകാറുള്ളത്. രണ്ടാമത്തത് ദേശീയ തലത്തിലുണ്ടായിരുന്നൊരു പുതിയ സാഹചര്യമുണ്ട്. ഇപ്പം മോദി ഗവൺമെൻറ്റൊക്കെ ഒരു സംഘപരിവാർ ഹിന്ദുത്വ രാജിൻ്റെ ഒരു കോൺടെക്സ്റ്റിൽ അതിനെതിരെ ശക്തമായൊരു പ്രതിരോധം നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയെപ്പോലുള്ള ഒരു നേതൃത്വത്തിനാണ് കഴിയുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയുടെ ഒരു ബഹുസ്വരത അംഗീകരിക്കാനും പാർശ്വവൽകൃത വിഭാഗങ്ങൾ ഉൾപ്പെടെ ഒന്നിച്ച് നിർത്തി കൊണ്ടുപോകണം എന്നുള്ളൊരു പൊതുബോധം ഇന്ത്യ മുന്നണിയിലൊക്കെ രൂപപ്പെടുന്നുണ്ട്. അത്തരത്തിലൊരു പൊതുബോധത്തിൻ്റെ ഒരു പ്രതിഫലനം കേരളത്തിലുണ്ടായിട്ടില്ല എങ്കിലും ഇപ്പോൾ ജാനുവിനെയൊക്കെ തന്നെ ഒരു മുന്നണിയിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം അതിനകത്തുണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണല്ലോ. അത് LDF അത് ഉണ്ടായിട്ടില്ല. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ പാർട്ടി വിധേയപരായിട്ടുള്ള ആളുകൾ മാത്രം സ്വീകരിക്കുന്ന ഒരു സമീപനമാണെന്നുള്ളത്.
അപ്പോൾ സണ്ണിക പിക്കാടിനെ പോലുള്ളവരെല്ലാം തന്നെ ആക്സെപ്റ്റ് ചെയ്യണം. അതുപോലെ സാമൂഹിക രംഗത്തുള്ള ആക്ടിവിസ്റ്റുകളെ കൂടി ഉൾപ്പെടുന്ന ഒരു സമീപനമാണെന്നുള്ള ഒരു അഭിപ്രായമൊക്കെ ദളിത് ആദിവാസി മൂവ്മെൻറ്റിൽ ശക്തമാണ്. അതിനെ ഉൾക്കൊള്ളാൻ പൂർണ്ണമായും UDF കഴിഞ്ഞിട്ടില്ലെങ്കിലും, ഈ സ്ഥാനാർത്ഥികൾ കഴിഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു ലിബറൽ സ്പേസ് ഇതിൽ നിന്നാണ് കിട്ടുക എന്നുള്ളതാണ് ദളിത് ആദിവാസി മൂവ്മെൻറ്റിൽ ശക്തമായിട്ടുള്ളത്. ഞാനൊക്കെ പ്രതിദാനം ചെയ്യുന്ന അംബേദ്കറേറ്റ് മുന്നണിയെല്ലാം തന്നെ UDF ആ നിലയിൽ ക്രിട്ടിക്കലായിട്ട് സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് അതിനെ പിന്തുണക്കുന്നത്. മാത്രമല്ല ഈ കഴിഞ്ഞ 2-3 ദശകത്തെ അനുഭവത്തിലൂടെ മുത്തങ്ങ സമരത്തിൻ്റെത്, ഭൂമിക്ക് വേണ്ടിയൊരു സമരം, നിൽപ്പ് സമരത്തിൻ്റെത്, ഈ വിദ്യാഭ്യാസ ഗ്രാൻഡുകൾ സംരക്ഷിക്കാനുള്ള നിരവധി സമരങ്ങളൊക്കെ ഞങ്ങൾ റാലിയും സമരങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ടല്ലോ. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പുതിയ ആവശ്യങ്ങൾ ഒരു പത്രികയും രാഷ്ട്രീയ മുന്നണികളുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതൊന്ന് SCP-TSP ഫണ്ട് സംരക്ഷിക്കാൻ വേണ്ടി, അത് പാഴാകാതിരിക്കാൻ വേണ്ടി ഒരു ആക്ട് വേണമെന്നുള്ളതാണ്. SCP-TSP ഫണ്ട് ആക്ട്. അത് തെലങ്കാനയിലുണ്ട്, ആന്ധ്ര മോഡലുണ്ട്, ഇപ്പോൾ കർണാടകയിൽ നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. അത് സമാനമായ ഒരു സംവിധാനം കേരളത്തിൽ വേണം. അതുണ്ടായാൽ ഈ ഗ്രാൻഡ് പോലുള്ള അല്ലെങ്കിൽ SCP-TSP ഫണ്ട് പാഴാക്കാതിരിക്കാനുള്ള, ചെലവഴിക്കാതിരിക്കുന്നത് കുറ്റകൃത്യമായി മാറും. മനസ്സിലായി? അപ്പോൾ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, എയ്ഡഡ് മേഖല സംവരണം തുടങ്ങിയ ഒരു സെറ്റ് ഓഫ് ആവശ്യങ്ങൾ കമ്മ്യൂണിറ്റിയുടെ ഒരു ആവശ്യമായി ഞങ്ങളത് മുന്നണികളുടെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. അവരുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ അതെല്ലാം ഇടം പിടിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും അങ്ങനെയൊരു പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി വരാൻ പോകുന്ന ഒരു ഗവൺമെൻറ്, അത് UDF ആയിരിക്കാം, LDF ആയിരിക്കാം, അവരുമായിട്ട് നമ്മൾ ക്രിട്ടിക്കലി എൻഗേജ് ചെയ്യാൻ പോകുന്നത്. അത് ചിലപ്പോൾ പ്രക്ഷോഭത്തിൻ്റെ മാർഗമായിരിക്കാം, ഡയലോഗിൻ്റെ മാർഗമായിരിക്കാം, അഡ്വക്കസിയുടെ മാർഗമായിരിക്കാം, ലിറ്റിഗേഷൻ രൂപത്തിലായിരിക്കാം. അതിനുള്ളൊരു കളം ഇന്ന് ദളിത് ആദിവാസി മൂവ്മെൻറ്റുകൾ ഒരുക്കിയിട്ടുണ്ട്. അതിന് അവർ വളരെ സുസജ്ജമാണ്.